പഹൽഗാമിൽ 3 സ്ഥലങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ അക്രമികൾ ലക്ഷ്യമിട്ടിരുന്നതായി സൂചന. ഏപ്രിൽ 15-ന് 3 സ്ഥലങ്ങളിലും നിരീക്ഷണം നടത്തി. പഹൽഗാമിലെ അമ്യൂസ്മെന്റ് പാർക്ക് സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതിനാൽ പദ്ധതി നടന്നില്ല. എൻ്റെ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഭീകരാക്രമണത്തിന് കൂടുതലിടങ്ങളിൽ ഇത്തരത്തിൽ ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു ഭീകരർക്കെന്ന് വെളിവാവുകയാണ് അല്ലേ? തീർച്ചയായും അജിംഷാദ്, അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ തീവ്രവാദികളുടെ പശ്ചാത്തലമടക്കം നേരത്തെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പെഹൽഗാമിലെ 3 ഇടങ്ങളിൽ ആക്രമണം നടത്തുവാൻ പദ്ധതിയിട്ടിരുന്നു ഇവർ എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഈ പെഹൽഗാമിലെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ആക്രമണം നടത്താൻ ഏപ്രിൽ 15-ന് ഗൂഢാലോചന നടത്തിയിരുന്നു. അത്തരത്തിൽ ആസൂത്രണം ഭീകരർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അമ്യൂസ്മെന്റ് പാർക്കിന് മുന്നിൽ കനത്ത സുരക്ഷയും ഉള്ളതുകൊണ്ട് ആ പ്രദേശത്തേക്ക് നീങ്ങുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതിനായി, അതായത് പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി, ഹ്രസ്വദൂര ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനായി അൾട്രാ സ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ചില ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തീവ്രവാദികൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തിയത്. അതിന് സിം കാർഡിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഹ്രസ്വദൂരമായി തന്നെ ഈ വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയാണ് ഈ ഡിവൈസിനുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആക്രമികൾ ഈ ഭീകരവാദം സംബന്ധിച്ച എവിടെയാണ് ഇവർ പരസ്പരം നിൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തിയത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചു പോകുന്നത്. മാത്രമല്ല, ഇപ്പോഴും കശ്മീർ താഴ്വരയിൽ തന്നെ ഇവർ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി, ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെയും സൈന്യത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരത്ത് തന്നെയാണ് ഇവർ ഉള്ളത്. എന്നാൽ കർശനമായി തന്നെ, സൂക്ഷ്മമായി തന്നെ ഇവരുമായി ബന്ധപ്പെട്ട നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ്. പെഹൽഗാമുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ ഉടനടി ഈ അക്രമികളെ പിടികൂടാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം കൂടി ഇപ്പോൾ സൈന്യം പങ്കുവെക്കുന്നുണ്ട്. നിരവധി ദിവസങ്ങളായിട്ടും അക്രമികളെ പിടികൂടാൻ കഴിയാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയും ഒക്കെ കടുത്ത വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സൂക്ഷ്മമായ പരിശോധനകളും നിരീക്ഷണങ്ങളും ഈ പെഹൽഗാമിലും അതോടൊപ്പം ജമ്മു കാശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിലും സൈന്യം ശക്തമാക്കിയിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും ആ സുരക്ഷയിലെ വീഴ്ചയാണ് പഹൽഗാമിൽ അത്തരത്തിലൊരു ദുരന്തം ഉണ്ടാക്കിയതെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് ഇതിലൊക്കെ. മാത്രമല്ല, ഈ പാകിസ്ഥാൻ പൗരന്മാർക്ക് അതിർത്തി കടക്കാൻ സമയത്തിൽ ഇളവ് നൽകുകയാണ് മോദി സർക്കാർ. എന്താണ് അങ്ങനെ ഒരു നടപടിക്ക് കാരണം ഇപ്പോൾ? അജിംഷാദ്, ഈ പാകിസ്ഥാൻ പൗരന്മാർ ഈ അട്ടാരി അതിർത്തി അടക്കം കടക്കുന്നതിന് വേണ്ടി അനുവദിച്ചിരുന്ന സമയം ഏപ്രിൽ 30 എന്നാൽ ഈ സമയത്തിന് അപ്പുറത്തേക്ക് ആളുകൾക്ക് കടക്കാൻ കഴിയാത്ത, കുറേയധികം ആളുകൾക്ക് കടക്കാൻ കഴിയാതെ അതിർത്തിയിലടക്കം തമ്പടിക്കുന്ന കാഴ്ചകളും വലിയ ആശയക്കുഴപ്പങ്ങളിലേക്കൊക്കെ ഈ ആളുകൾ പോകുന്നുണ്ട്. അവർക്ക് തിരിച്ച് പാകിസ്ഥാനിലേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഏപ്രിൽ 30-ന് സമയം പരിധി കടക്കും എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നതിന് പിന്നാലെ നിരവധിയായിട്ടുള്ള ആളുകൾ വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവർ അതിർത്തിയിൽ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു ഇളവ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ അതിർത്തിയിലൂടെ ആളുകൾക്ക് പാകിസ്ഥാനിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകുന്നതിന് കുറച്ചുകൂടി സമയം അനുവദിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു പുതിയ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഈ അതിർത്തി വഴി, അട്ടാരി അതിർത്തി വഴി കടന്നു പോകാമെന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ സൂചിപ്പിക്കുന്നത്. ഇതുവരെ 786ഓളം പാകിസ്ഥാൻ പൗരന്മാരാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഇതുവരെയും കടന്നിട്ടുള്ളത്. അജിംഷാദ്. ശരി സ്വാതിയാണ് വിഷയങ്ങളിൽ ഉള്ള വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് പോകുന്നതിനുള്ള സമയപരിധിയിൽ ഇളവ് നീട്ടി നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സ്വാതി സന്തോഷ് നൽകിയത്.